ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി എന്ന ഒരു ഗ്രൂപ്പുണ്ട് ദുബായിൽ. അത് നേഴ്സസിന് വേണ്ടി മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്, മലയാളി നേഴ്സസിന് വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ അതിന് ഒരു ബിഗ് ഡേ ഔട്ട് നേഴ്സസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? എല്ലാ നേഴ്സുമാരും നേഴ്സുമാർ മാത്രമല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോസ് കാണുക, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. സോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയാണ് കേട്ടോ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നത്. ഇത് ദുബായിലുള്ള അൽ നാസർ ലീഷർ ലാൻഡിലാണ് ഇവർ ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, വലിയ വലിയ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന ഒരു ഓഡിറ്റോറിയം ആണത്. അപ്പോൾ അവിടെ വെച്ച് പ്രോഗ്രാം നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് EMNFന് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. EMNF എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ, ഇതുവരെ അറിയാത്തവർക്കൊക്കെ എന്താണ് ഇതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. EMNF എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലിയാണ്. ആക്ച്വലി നിങ്ങൾക്കറിയാലോ, നമ്മുടെ UAE ബാക്കിയുള്ള കാറ്റഗറികളൊക്കെ നോക്കിയാലും മലയാളി നേഴ്സസ് ആയിരിക്കും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ നേഴ്സിംഗ് ഫീൽഡ് തന്നെ ആയിരിക്കാം. അപ്പോൾ മലയാളി നേഴ്സുമാർക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാനും അവരെ സന്തോഷം പങ്കുവെക്കാനും എന്തെങ്കിലും പ്രയാസമോ പ്രതിസന്ധി ഘട്ടങ്ങളിലോ നിങ്ങളൊറ്റക്കല്ല, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് എന്ന ഒറ്റ സ്വരത്തിൽ അവരെ കൂടെ ചേർത്ത് നിർത്താനും രൂപീകരിച്ചൊരു കൂട്ടായ്മയാണ് EMNF. അപ്പോൾ നമ്മൾ അൽ നാസർ ലീഷർ ലാൻഡിലെത്തി അകത്തോട്ട് കയറി പോവുകയാണ്. അവിടെ ആൾക്കാർ കണ്ടോ, ആൾക്കാരിവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സാണ്. അപ്പോൾ അവർ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫുഡ് കൂപ്പൺ അവർ തരും. ഇവിടെയൊക്കെ സ്പോൺസേഴ്സാണ്, ഇവിടെയൊക്കെ കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അവിടെ പ്രോഗ്രാംസൊക്കെ 1 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഓഡിറ്റോറിയം എല്ലാ നേഴ്സസും ഇവിടെ വന്നിട്ടുണ്ട്. നേഴ്സസും അവരുടെ ഫാമിലീസും കേട്ടോ, എല്ലാവരും ഉണ്ട് ഇവിടെ. ഗസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സീറ്റ്സൊക്കെ റിസർവ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഷാർജയിലെ എക്സ്പോ സെൻറ്ററിൽ വെച്ച് സെപ്റ്റംബർ 15 ഓണമാമാങ്കം ഉണ്ട് കേട്ടോ. അതാരും മിസ് ചെയ്യല്. വലിയ ഗ്രാൻഡ് പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇടയ്ക്ക് ഞാനൊന്ന് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തോട്ട് വന്നു. അപ്പോഴും ആൾക്കാർ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എത്ര ടാലൻറ്റഡ് ആണ് നമ്മുടെ കൂടെയുള്ള നഴ്സുമാർ, പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ കഴിവുള്ളവർ.
കൾച്ചറൽ പ്രോഗ്രാംസിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഡാൻസ് അക്തി എന്നുള്ള ഒരു പേരിലായിരുന്നു അവർ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ചീഫ് ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വലിയൊരു ഹൈലൈറ്റാണ് ഈ പ്രോഗ്രാമിൻ്റെതെന്ന് വെച്ചാൽ UAE നേഴ്സുമാർ 14 നേഴ്സുമാരെ സെലക്ട് ചെയ്ത് ആദരിക്കുന്നൊരു ചടങ്ങുണ്ട്. അതായത് 30 വർഷത്തിൽ കൂടുതൽ ഇവിടെ ജോലി ചെയ്ത് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അവർ അവരുടെ മികച്ച പ്രകടനങ്ങൾക്കുള്ള അവാർഡ്സൊക്കെ നേടിയവരാണ്. അപ്പോൾ അവരെയും കൂടെ അനുമോദിക്കുന്നൊരു ചടങ്ങാണ് നെക്സ്റ്റ്. അപ്പോൾ അതിന് ചീഫ് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. Mr. Siad, our core committee members, and each and every representative and volunteer who have worked tirelessly behind this. ഇപ്പോൾ ഇവിടെ EMNF ന്യൂസ് ലെറ്ററിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ ലോഞ്ച് നടക്കുകയാണ്. ആക്ച്വലി 2020 EMNF ഇനീഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ആയത്. ഒരു വാട്സപ്പ് കൂട്ടായ്മ വഴിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2023 10 മെമ്പേഴ്സ് ചേർന്നിട്ട് ഒരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അതിപ്പം 6000 ആയിട്ട് ആൾക്കാരുള്ളൊരു ഫാമിലി ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് ഹൈലൈറ്റ് ആയിരുന്നു 14 നേഴ്സസിനെ ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ കഴിഞ്ഞത്. നിങ്ങൾക്കിവിടെ കാണാം ചീഫ് ഗസ്റ്റും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സൊക്കെയാണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്. അടുത്തതായിട്ട് EMNF കുറച്ച് മെമ്പേഴ്സ് കൂടി ഒരു മ്യൂസിക് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അവരുടെ പെർഫോമൻസ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കളക്ട് ചെയ്യാൻ പോയി. ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ ഫുഡ്. നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു ബിരിയാണി. ഇതിപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഓൾമോസ്റ്റ് അവസാന ഘട്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മ്യൂസിക് ബാൻഡ് കഴിഞ്ഞിട്ട് ഒരു DJയും കൂടെ ഉണ്ട്. നെക്സ്റ്റ് DJ ആണ്. അങ്ങനെ പ്രോഗ്രാം ഏകദേശം തീരാറായി. ഞങ്ങളവിടുന്ന് തിരിച്ച് അജ്മാനിലോട്ട് പോവുകയാണ്. ശരിക്കും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നന്നായിട്ട് മറന്ന് എൻജോയ് ചെയ്തു എന്നല്ല പറയാം. ശരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച EMNF മെയിൻ ആൾക്കാർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, പിന്നെ കോർ മെമ്പേഴ്സ്, പിന്നെ എല്ലാ നമ്മുടെ സ്പോൺസേഴ്സ്, അവരില്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇത്രയും ഗംഭീരമായിട്ട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ബിഗ് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.